ശിശു വികസന മന്ത്രിക്ക് കേരള ജല അതോറിറ്റിയുടെ ആദരവ് സമർപ്പിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ തുടക്കകാലത്ത് ഈ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആവിഷ്കരിച്ച ഒരു കുടിവെള്ള പദ്ധതിയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജില്ലയിലെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതി. ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ നമ്മൾ ആവിഷ്കരിച്ച കുടിവെള്ള പദ്ധതികളൊക്കെ നാരങ്ങാനത്തൊക്കെ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. വെള്ളം ഇല്ലാത്തൊരു പ്രദേശത്ത് നമ്മൾ വെള്ളം എത്തിക്കുമ്പോൾ ആ പൈപ്പിലൂടെ വെള്ളം വരുന്നു അത് കാണുന്നത് ഒരു റോഡ് ചെയ്യുന്നതിനേക്കാളും സന്തോഷമാണ് വാസ്തവത്തിലുള്ളത്. ഞാൻ ഓർക്കുന്ന തോട്ടപ്പുഴശ്ശേരിയിൽ ഒക്കെ നമ്മൾ കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ച ഏറ്റവും ഉയർന്ന പ്രദേശത്താണ്. കാരണം നമ്മൾ ആറിനോട് ചേർന്നുള്ള പ്രദേശങ്ങളാണ്. പക്ഷെ തോട്ടപ്പുഴശ്ശേരിയിൽ ഏറ്റവും ഉയർന്ന പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കുമ്പോൾ അവർ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു തന്നു. ആ സമയം, ആ നിമിഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും മനസ്സ് നിറയുന്ന ഒരു സന്ദർഭമാണ്. MLA ഫണ്ടിൽ നിന്നാണ് ഞാൻ അവിടെ കൊടുത്തത്. ചെറിയ പദ്ധതികളൊക്കെ നമുക്ക് MLA ഫണ്ടിൽ നിന്നത് ചെയ്യാൻ കഴിയും. പക്ഷെ 260 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ്. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതിയാണ്. 260 കോടി രൂപ, ഇപ്പോൾ 40 MLD എന്ന് പറഞ്ഞു. 1.5 ലക്ഷം ആളുകൾക്ക് മുടങ്ങാതെ വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പ്രോജക്റ്റ് ഇതിൻ്റെ അവസാന ഘട്ടം, ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ അടുത്ത് ഇതിൻ്റെ സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്നു. അതായത് പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമില്ല. എത്രയോ വർഷങ്ങളായി നിലനിന്ന ഒരു പ്രദേശം മാത്രമേ ഇത്രയും വലിയൊരു സമൂഹത്തിൻ്റെ കുടിവെള്ള പ്രശ്നമാണ് പരിഹരിക്കാനായിട്ട് പോകുന്നത്. അത് വളരെ സന്തോഷമുണ്ട്. ഒറ്റ കാര്യം, അതിലെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അന്നും നമ്മൾ 2023 പഞ്ചായത്തുകളെയൊക്കെ വിളിച്ചു ചേർക്കുമ്പോൾ വ്യത്യസ്തമായ രാഷ്ട്രീയമുള്ളവരാണ്, അല്ലെ പല ഭരണസമിതികളാണുള്ളത്. പക്ഷെ എല്ലാവരും ഒന്നിച്ചു നിന്നു. കാരണം നമ്മുടെ ലക്ഷ്യം ഒന്നാണ്. ആ നന്മയുള്ള ലക്ഷ്യത്തിന് വേണ്ടി, വലിയ ലക്ഷ്യത്തിന് വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് നമ്മളന്ന് 2023 തീരുമാനം എടുത്തത്. അതുകൊണ്ട് ഒരു നാടിൻ്റെ പൊതുവായിട്ടുള്ള ആവശ്യം അത് സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നുള്ള വളരെ സന്തോഷമുണ്ട്. കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ഈ കാലയളവിൽ തുടർച്ചയായ ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ വാട്ടർ അതോറിറ്റിയുടെ ഒരു പ്രോജക്റ്റിൽ നിന്ന് അപ്പുറത്തേക്ക് എല്ലാവരും, ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവനായിട്ട്, ആകട്ടെ, AXE ആകട്ടെ, AE ആകട്ടെ, എല്ലാവരും, ഇപ്പോൾ SCയും കൂടെ ആണ് തിരുവനന്തപുരത്ത് വന്നത്. SCയും Eയും AXE എല്ലാം കൂടെയാണ് വന്നത്. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായിട്ടുള്ളൊരു ഫോളോ അപ്പ് അതിൻ്റെ ഭാഗമായിട്ട് നടത്തി എന്നുള്ളത് ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിട്ട് പറയട്ടെ, വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സ്കൂൾ, അതുപോലെ റോഡുകൾ, നമ്മുടെ ഈ റോഡൊക്കെ ഉൾപ്പെടെയുള്ളവ, അതുപോലെ നമ്മുടെ പൂവത്തൂരിൽ നിന്ന് സംസാരിക്കുമെന്ന് ഞാൻ ഓർക്കുന്നത്, നമുക്കിവിടെ ഒരു സബ് സെൻ്റർ ഉണ്ടായിരുന്നു പണ്ട്. അതിപ്പോഴും അടഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ സബ് സെൻ്ററിനെ ജനകീയ ആരോഗ്യ കേന്ദ്രമാക്കി നമ്മൾ മാറ്റി. 3 ആരോഗ്യ പ്രവർത്തകർ അവിടെയുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ, നമ്മുടെ റോഷി അഗസ്റ്റിൻ മിനിസ്റ്ററെ, എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നമ്മുടെ ഈ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. പത്തനംതിട്ട ജില്ലയുടെ ചരിത്രത്തിലെ സുവർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തേണ്ട ഒരു ദിനമാണ്. ആറന്മുള, തിരുവള്ള, റാന്നി എന്നീ 3 നിയോജക മണ്ഡലങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന 7 ഗ്രാമപഞ്ചായത്തുകളിലെ 1.5 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ദാഹമകറ്റാനുള്ള സമഗ്രമായ കുടിവെള്ള പദ്ധതിയുടെ യാഥാർത്ഥ്യത്തിലേക്കുള്ള ചുവടുവെപ്പായി ഇതിനെ കാണാൻ കഴിയും. കോയിപ്പുറം, എഴുമറ്റൂർ, പുറമേട്ടം, തോട്ടപ്പുഴശ്ശേരി, എരവിവേലൂർ, കല്ലുപ്പാറ, കുന്നന്താൻ എന്നീ പഞ്ചായത്തുകളെ കാലങ്ങളായി നൽകുന്ന കുടിവെള്ള പ്രശ്നത്തിനാണ് ഇതിലൂടെ പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നത്. 2017 42.35 കോടി രൂപയിൽ തുടങ്ങിയ ഒരു സ്വപ്നം ഇന്ന് ജലജീവൻ മിഷനിലൂടെ 260 കോടി രൂപ മുടക്കി വമ്പം പദ്ധതിയായി വളർന്നിരിക്കുന്നു. പ്രതിദിനം 40 ദശലക്ഷം ലിറ്റർ ജലം ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള പ്ലാന്റാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഒരു നാടിൻ്റെ സമഗ്രമായ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂട്ടായ ശ്രമത്തിലൂടെ നേടിയെടുത്തിയ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി.